മുഅ്മിനീങ്ങളെ, നമുക്ക് നമ്മുടെ ഹബീബായ തങ്ങളോട് സ്നേഹമുണ്ടോ? ആ സ്നേഹമൊന്ന് വർദ്ധിപ്പിക്കണേ. അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ, മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹി എന്നയാളുടെ മകൻ സ്വഹാബിയായ അബ്ദുല്ലാഹി വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഓ ഹബീബായ തങ്ങളെ, എന്റെ ഉപ്പാന്റെ തലയെടുക്കാൻ അവിടുന്ന് ഓർഡർ ഇട്ടിട്ടുണ്ടോ നബിയേ? ഓ ഹബീബായ തങ്ങളെ, എന്റെ ഉപ്പാന്റെ ശിരസ്സെടുക്കാൻ, അയാളുടെ തലയറുത്തു കൊണ്ടുവരാൻ തങ്ങൾ ആരോടെങ്കിലും ഓർഡർ ഇട്ടിട്ടുണ്ടോ നബിയേ? മുത്തുനബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ചോദിച്ചു, ഓ മോനെ, എന്തേ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? എന്തേ അങ്ങനെ അന്വേഷിക്കാനുള്ള കാരണം? വല്ല അവലാദിയും പറയാനുണ്ടോ? വല്ല പരാതിയും ബോധിപ്പിക്കാനുണ്ടോ? ഉടനെ അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എന്റെ വാപ്പാന്റെ ശിരസ്സെടുക്കണമെന്നാണ് അവിടുത്തെ തീരുമാനമെങ്കിൽ, കാരണം ഈ മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളാണ്, മുത്തുനബി തങ്ങളെ ആക്ഷേപിക്കുന്ന ആളാണ്, തങ്ങളുടെ നടപടികളെ കളിയാക്കുന്ന ആളാണ്, പ്രത്യക്ഷത്തിൽ വിശ്വാസിയായി ഉള്ളിൽ കാപട്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ശിരസ്സെടുക്കണമെന്നാണ് തങ്ങളുടെ തീരുമാനമെങ്കിൽ, തങ്ങൾ ആരോടും പറയല്ലേ നബിയേ, എന്നോട് പറഞ്ഞാൽ മതി യാ റസൂലല്ലാഹ്. സ്വഹാബിയുടെ വർത്തമാനം കേട്ടോ പ്രിയമുള്ളവരെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അവിടുത്തെ തീരുമാനം എന്റെ ഉപ്പാന്റെ ശിരസ്സറുത്തു മാറ്റാനാണെങ്കിൽ അത് വേറെ ആരോടും പറയരുത്, അതെന്നോട് പറഞ്ഞാൽ അടുത്ത നിമിഷം തങ്ങളുടെ സമക്ഷത്തിൽ അത് എത്തിച്ചു തരാം. കാരണം എന്തേ? ഖൽഖ് സേ ഔലിയ, औलिया से रसूल, रसूलों से आला हमारा नबी. എനിക്കേറ്റവും കടപ്പെട്ടത് ഈ ലോകത്തെ അത്യുത്തമരായ, ലോകത്തിന്റെ മുഴുവനും ഗുരുവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹബീബായ തങ്ങളുടെ മദ്ഹ് വിടുന്ന് പറയുമ്പോൾ ആദരണീയരായ ഉസ്താദ് ഖബറിന്റെ ഉള്ളിൽ ആനന്ദം കൊള്ളുന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതല്ലേ അവരുടെ ജീവിതം. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫ എഴുതിയത് മുത്തുനബി തങ്ങളുടെ പൊരുത്തം വാങ്ങാനാണ്. ഇമാം നവവി തങ്ങൾ ശറഹുൽ മുഹദ്ദബ് എഴുതിയത് മുത്തുനബി തങ്ങളുടെ പൊരുത്തം വാങ്ങാനാണ്. ഇമാം ബുഖാരി തങ്ങൾ ജാമിഉസ് സഹീഹ് എഴുതിയത് മുത്തുനബി തങ്ങളുടെ പൊരുത്തം വാങ്ങാനാണ്. അതേ സ്വഹീഹിന്റെ ഇമാമുകൾ മുഴുവനും അവരുടെ ജാമിഉകൾ ഉണ്ടാക്കിയത്, മസാനീദുകളുടെ അയിമ്മത്ത് മുഴുവനും മുസ്നദുകൾ ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ മുസന്നഫുകൾ ഉണ്ടാക്കിയത്, എല്ലാ ഗ്രന്ഥങ്ങളും എഴുതിയ അഹ്ലുസ് സുന്നയുടെ ഇമാമുകൾ ആ ഗ്രന്ഥങ്ങൾ മുഴുവനും എഴുതിയത് മുത്തുനബി തങ്ങളുടെ മുമ്പിൽ ഒരു കാണിക്ക വെക്കാൻ വേണ്ടിയാണ്. കണ്ടില്ലേ, അൽ മദീന എന്ന സ്ഥാപനം ബഹുമാനപ്പെട്ട ആദരണീയരായ മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അവർകൾ, അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ പ്രിയപ്പെട്ട മകൻ ഈ വേദിയിലുണ്ട്. ഉസ്താദ് അവറുകളെ ചെറിയൊരു യാത്രാ അനുഭവം ഉള്ള ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ഉസ്താദ് അവറുകളോടൊപ്പം ബഹ്റൈനിൽ കുറഞ്ഞ സമയം ഒരുമിച്ച് ചെലവഴിക്കാനായിട്ടുണ്ട്. മറ്റു പല വേദികളിലും ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. ഉസ്താദ് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന സ്നേഹപ്രപഞ്ചത്തിൽ
ആശീർവാദം നൽകാൻ വേണ്ടി വന്നിട്ടുണ്ട്. അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അൽ മദീന എന്ന സ്ഥാപനം ഉണ്ടാക്കിയത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു കാണിക്ക വെക്കാനാണ്. അവിടെ മർസൂഖി എന്ന സനദ് നൽകിയത് അതേ മദീനയോടുള്ള മഹബ്ബത്താണ്. ഇങ്ങനെ എല്ലാവരുടെയും എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ അലിമീങ്ങളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും അവരവരുടെ കാണിക്കകൾ വെക്കുന്നത് താജുൽ ഉലമാ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാഹ് ഈ ലോകത്ത് നടത്തിയ മുഴുവൻ പ്രഭാഷണങ്ങളും നമ്മൾ കേട്ട പ്രസംഗങ്ങളെല്ലാം തുടങ്ങുന്നത് യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു റിളാക വ അഹ്തമി ബിഹിമാക. ഇത് ഞാൻ ചൊല്ലുമ്പോ താജുൽ ഉലമാ തങ്ങൾ ഉപ്പാപ്പയുടെ പ്രത്യേക ഈണത്തിലുള്ള വരി നിങ്ങളുടെ ഖൽബിൽ മുഴങ്ങുന്നില്ലേ? ലാ യറൂമു സിവാക. അത് പറയുമ്പോഴുള്ള അവിടുത്തെ ഒരാനന്ദം നോക്ക്, അവിടുത്തെ ഈണമൊന്നാലോചിച്ച് നോക്ക്. അവിടുത്തെ എല്ലാ പ്രസംഗങ്ങളും അവിടുത്തെ എല്ലാ ദർസുകളും ഹബീബായ മുത്തുനബി തങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള കാണിക്കയാണ്. അതുപോലെ അയിമ്മത്ത് ചെയ്ത അമലുകൾ മുഴുവനും അങ്ങനെയാണ്. അതുകൊണ്ട് പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഇവിടെന്ന് പറയുമ്പോ താജുൽ ഫുഖഹാ ഖബറിന്റെ ഉള്ളിൽ കിടന്ന് സന്തോഷിക്കുന്നുണ്ടാകും. അല്ലാഹുവേ അവിടുത്തെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുനോട്ടമുള്ള ഖബറാക്കണേ അല്ലാഹ്. മദീനയുടെ രാജാവ് നോക്കിക്കിടക്കുന്ന മദീനയുടെ രാജാവിനെ കണ്ടുകൊണ്ട് ആനന്ദിക്കുന്ന ഖബറാക്കണേ അല്ലാഹ്. അറിയുമോ ഖബറിൽ നമ്മളെ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് മദീനയിലേക്കൊരു കവാടം ഖബറിൽ നിന്ന് തുറന്നു കിട്ടിയാൽ അതാ സാഹിബു തർഫിൽ കഹീൽ വൽ ഖദ്ദിൽ ലസീൽ والزمزم والسلسبيل സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് കിടക്കുന്ന ഖബറാണെങ്കിൽ അത് കല്ലറയല്ല മോനെ, അത് മണ്ണറയല്ല മോനെ, അത് ഖബറയല്ല മോനെ, അത് മണിയറയാണ്, അത് കൊട്ടാരമാണ്, അത് ഉദ്യാനമാണ്, അത് സ്വർഗമാണ്. യാ റബ്ബു യാ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളും നിന്റെ വിളിക്കുത്തരം ചെയ്യേണ്ട ഒരു സമയം വരും. അതെപ്പോഴാണെന്നറിയില്ല. ഞങ്ങളും ഖബറിൽ വെക്കപ്പെട്ടാൽ ആ ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ആ തിങ്കൾ ഉദിച്ചുകൊണ്ടിരിക്കുന്ന അസ്തമിക്കാത്ത ചന്ദ്രോദയത്തിന്റെ പ്രതീകമായ മുത്തുനബി തങ്ങളുടെ മുഖകമലമൊന്ന് കണ്ടുകൊണ്ട് കിടക്കുന്ന നല്ലവരിൽ ഞങ്ങളെ ഒന്ന് ചേർത്തു തരണം അല്ലാഹ്. പ്രിയമുള്ളവരെ, ലോകത്ത് വഫാത്തായി പോയ ഒരാൾക്കും ഖബറിൽ കിടന്നിട്ട് മടുക്കൂല സ്വാലിഹീങ്ങൾക്ക്. കാരണം എങ്ങനെ മടുക്കും? സ്വഹാബത്തിന് കണ്ടിട്ട് മതിയാകാത്ത, കൂടെയുണ്ടായിരുന്ന വലിയ കിബാറു സഹാബക്ക് കണ്ടിട്ട് മതിയാകാത്ത, ലോകത്തിന് മുഴുവനും കണ്ടിട്ട് മതിയാകാത്ത പ്രസന്നമായ മുത്തുനബി തങ്ങളുടെ മുഖം കണ്ടുകൊണ്ട് കിടക്കുകയാണെങ്കിൽ 10,000 കൊല്ലം ഖബറിൽ കിടന്നാലും ബോറടിക്കുകയില്ല. ഇനി അടുത്ത ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുകയില്ല. കാരണം ആരെയാണ് കണ്ടുകൊണ്ട് കിടക്കുന്നത്? റൗളത്തും മിൻ റിയാദിൽ ജന്നയിൽ മുത്തുനബി തങ്ങളെ കണ്ടുകൊണ്ട് കിടക്കുന്ന ഖബറാളികൾ ആനന്ദത്തിലാണ്, അവര് വിശ്രമത്തിലാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സല്ലപിച്ചുകൊണ്ട് കഴിയുകയാണ്. നമ്മൾ ഇതിവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടി സംസാരിക്കുമ്പോൾ വാനലോകത്ത് ആത്മാക്കൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല.
സമയം ഏറെയായി പോയിട്ടുണ്ട്. അറിയുമോ, നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ വാനലോകത്ത്, അർവാഹുകളുടെ ലോകത്ത് മുത്തുനബിതങ്ങളുണ്ട്, സ്വഹാബത്തുണ്ട്, അഇമ്മത്തുണ്ട്. ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയുന്ന ആളുകളുടെ ആത്മാക്കൾ അതേ ആ ചക്രവാളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അൽ-അർവാഹു ജുനൂദും മുജന്നദ, അതേ സന്നദ്ധ സൈന്യമാണ്, ചിട്ടയൊത്ത സേനയാണ്. അവർ ചെന്നു ചേരുന്നത് അവരുടെ ബ്രിഗേഡിലേക്കാണ്, അതേ അവരുടെ ബറ്റാലിയനിലേക്കാണ് ചെന്നു ചേരുന്നത്. അങ്ങനെ ഈ ലോകത്തിരുന്ന് ഈ ലോകത്തുനിന്ന് യാത്രയാകുന്ന ഒരാൾ, അയാളുടെ ആത്മാവ് വാനലോകത്തേക്ക് ഉയരുമ്പോൾ രണ്ടു സ്ഥലങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കരയും. ഒന്നെന്താണ്? ഈ ലോകത്തെ സൽക്കർമ്മങ്ങൾ ചെയ്ത സ്ഥലം ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹാ ഇരുന്ന കസേര ഈ വേദിയിലുണ്ട്. ആ വേദി ആ കസേര കരഞ്ഞിട്ടുണ്ട്. എന്റെ മേലെ ഇരുന്ന് എത്ര നാളാണ് അവിടുന്ന് തുഹഫയോതി കൊടുത്തത്. ഇനി അങ്ങനെ ഒരു അനുഭൂതിക്ക് എനിക്ക് ഭാഗ്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കസേര കരയുന്നുണ്ട്. ഈ പള്ളിയിലെ മുസല്ല കരയുന്നുണ്ട്. എന്റെ ഈ മാറിടത്തിൽ നെഞ്ചമർത്തേൻ, എന്റെ ഈ മാറിടത്തിൽ നെറ്റിയമർത്തി സുജൂദ് ചെയ്ത ഒരു വലിയ മനുഷ്യൻ ഇനി വരില്ലല്ലോ എന്നാലോചിച്ച് ഈ പള്ളിയുടെ മുസല്ല കരഞ്ഞിട്ടുണ്ട്. ഈ പള്ളിയിലെ മുസ്ഹഫുകൾ കരഞ്ഞിട്ടുണ്ട്. ഇനി എന്നെ തുറന്ന് പാരായണം ചെയ്യാൻ ഇതുപോലെ ഒരു മനുഷ്യൻ ഇവിടെ വരാനില്ലല്ലോ എന്നാലോചിച്ച് മുസ്ഹഫുകൾ കരഞ്ഞിട്ടുണ്ട്. ആ കരച്ചിൽ അനുകൂലമായ സാക്ഷിയാണ് ഈ കസേരയുടെ തേങ്ങൽ. കസേര കരയുമോ എന്നാരും ചോദിക്കണ്ട. മദീനത്തെ പള്ളിയിലെ മിമ്പർ കരഞ്ഞിട്ടുണ്ട്. ആ മിമ്പറിന്റെ ബാക്കിയല്ലേ ലോകത്തുള്ള ദർസ് നടത്തുന്ന എല്ലാ മിമ്പറുകളും മദീനത്തെ മിമ്പറിൽ നിന്ന് വന്നതാണ്. അതല്ലേ അലം നശ്റഹ് ലക സദറകിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി തങ്ങൾ വിശദീകരിക്കുന്നത്. അറിയുമോ, അങ്ങനെ അവിടുത്തെ മിമ്പറുകൾ കരയുന്നുണ്ട്, മിഹ്റാബുകൾ കരയുന്നുണ്ട്, കിതാബുകൾ നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഭൂമിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത സ്ഥലങ്ങളെല്ലാം മരിച്ചുപോയ ആൾക്ക് അനുകൂലമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാനലോകത്തെ ഒരു സ്ഥലം കരയുന്നുണ്ട്. അതെന്താണ്? ഇവിടെയുള്ള ആളുകളുടെ കർമ്മങ്ങൾ അല്ലാഹു നിശ്ചയിച്ച ലോകത്തേക്ക് ഉയരുമല്ലോ. നിസ്കാരത്തിന്റെ പ്രതിഫലം, നോമ്പിന്റെ പ്രതിഫലം, ദർസിന്റെ പ്രതിഫലം, ഇൽമിന്റെ പ്രതിഫലം, ഇതെല്ലാം വാനലോകത്ത് സ്വീകരിക്കപ്പെടുന്ന സ്ഥലം കരയുകയാണ്. ഇനി മുതൽ കർണാടകയിലെ അതേ ബേക്കൽ ഉസ്താദ് എന്ന മഹാനവറുകളുടെ അമലുകൾ ഇങ്ങോട്ട് വരാനില്ലല്ലോ എന്നാലോചിച്ച് ആകാശലോകം കരയുന്നതാണ്. ഈ രണ്ട് കരച്ചിലും മരണപ്പെട്ടവർക്ക് അനുകൂലമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ നൽകി വിശദീകരണം മുഫസ്സിറുകൾ എടുത്തുദ്ധരിച്ചിട്ടില്ലേ? അങ്ങനെ അനുകൂലമായി കരഞ്ഞുവെങ്കിൽ നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് അനുകൂലമായി കരയാനുള്ള മിമ്പർ എവിടെ? മിഹ്റാബ് എവിടെ? മുസ്ഹഫ് എവിടെ? കിതാബുകൾ എവിടെ? ഇരിപ്പിടം എവിടെ? ആലോചിച്ചു നോക്കണേ. ഞാൻ പറഞ്ഞിടത്തേക്ക് തിരിച്ചു വരാം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി എന്ന സ്വഹാബിയോട് പറയാണ്, മോനെ എന്താ പറഞ്ഞത്? നിന്റെ വാപ്പാന്റെ ശിരസ് ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കൊണ്ടുതരാമെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ആശിഖീൻ മുറാദുൽ മുഷ്താഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി
റാഹത്തുൽ ലിൽ ആശിഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ മോനെ അബ്ദുല്ലാ, മക്കളെ കൊണ്ട് വാപ്പമാരെ കൊല്ലിക്കാൻ വേണ്ടി വന്ന ആളല്ല ഞാൻ എല്ലാവർക്കും കരുണയായി വന്ന ആളാണ്. ഞാൻ കാരുണ്യത്തിന്റെ നബിയാണ്. ഇവിടെ ഞാൻ വായിച്ചു വന്നത് ആ അബ്ദുല്ലാഹി എന്ന സ്വഹാബിക്ക് കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വലുത്, ഉപ്പയല്ല. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ല നബി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപ്പയേക്കാൾ സ്നേഹിച്ച അബ്ദുല്ലാഹി എന്ന സ്വഹാബി, അതേ മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മകനായ സ്വഹാബി, അതേ സഅദ് റളിയല്ലാഹു അൻഹുവിന് ഉമ്മയേക്കാൾ വലുത് മുത്തുനബി തങ്ങളാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് എല്ലാവരേക്കാളും വലുത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് എല്ലാവരെക്കാളും വലുത് ഹബീബായ തങ്ങളാണ്. ഞാനും നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞൊന്ന് സ്നേഹിച്ച് കൽബറിഞ്ഞൊന്ന് ഇഷ്ടം വെച്ച് പരമാവധി സ്വലാത്തു ചൊല്ലി ഹബീബായ തങ്ങളിലേക്ക് അടുക്കണം. സ്വലാത്തു ചൊല്ലുന്നത് നമുക്ക് വിജയം കിട്ടാൻ വേണ്ടിയാണ്. സ്ഥാനാർത്ഥികൾ വന്ന് പറയും, നിങ്ങൾ എനിക്കൊരു വോട്ട് ചെയ്യണേ ഞാൻ ജയിക്കാൻ വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിലെ 10 വോട്ട് എനിക്ക് തരണേ എനിക്കൊരു ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി. എന്നാൽ ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്തു ചൊല്ലിയാൽ എനിക്ക് 10 ദറജ ഏറി കിട്ടും, അതിനൊന്നല്ല. എനിക്ക് 10 സ്ഥാനം ഉയർന്നു കിട്ടും, അതിനു വേണ്ടി എന്നല്ല. എനിക്ക് വലിയൊരു സ്ഥാനം അല്ലാഹ് തരാനുണ്ട്, അത് കിട്ടാൻ വേണ്ടി എന്നല്ല. അങ്ങനെ നിങ്ങൾ ആരും ചിന്തിക്കണ്ടെന്ന് വരുത്താനാണ് ഖുർആൻ പറഞ്ഞത്. അസാ അയ്യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദാ. ലോകത്തൊരാൾക്കും കിട്ടാത്ത സ്ഥാനത്തേക്ക് ഓഫറുള്ള ആളാണ് മുത്തുനബി തങ്ങളെന്ന് ഖുർആൻ പറഞ്ഞത്. നമ്മളെ കൊണ്ടൊരു ഉന്ത് കിട്ടാനോ തള്ളു കിട്ടാനോ അല്ല. നിങ്ങൾ വിചാരിക്കേണ്ട മുത്തുനബി തങ്ങൾക്ക് എന്തെങ്കിലും ഔദാര്യം ആവശ്യമുണ്ടെന്ന്. ഈ തങ്ങൾ ആരാണെന്നറിയുമോ? നാളെ മഖാമും മഹ്മൂദിൽ വരേണ്ട നബിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും ഔദാര്യം വേണമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതാണ് ഖുർആൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്. അസാ അയ്യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദാ. തങ്ങൾ ആരാണ്? നാളത്തെ ആർക്കുമില്ലാത്ത പദവിയുടെ ഉടമയാണ് എന്നവിടെ പറഞ്ഞു വെച്ചു ഖുർആൻ. മുത്തുനബി തങ്ങൾ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആരുടെയും സ്വലാത്ത് കൊണ്ടൊന്നും കിട്ടാനില്ല. എന്റെ ഒരു താല്പര്യത്തിനു വേണ്ടിയല്ല നിങ്ങൾ സ്വലാത്തു ചൊല്ലണമെന്ന് പറഞ്ഞത്. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്തു ചൊല്ലിയാൽ എനിക്കതുകൊണ്ട് 10 കൂലി കിട്ടുമെന്ന് തങ്ങൾ പറഞ്ഞില്ല. തങ്ങൾക്കതുകൊണ്ട് 10 സ്ഥാനം കിട്ടുമെന്ന് തങ്ങൾ പറഞ്ഞില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? ചൊല്ലുന്നവർക്ക് 10 നന്മ കിട്ടും. ഞാനൊരു സ്വലാത്തു ചൊല്ലിയാൽ എനിക്കതുകൊണ്ട് 10 നന്മ കിട്ടും, 10 ദോഷം പൊറുക്കും, 10 സ്ഥാനം ലഭിക്കും, 10 വിപത്ത് മാറിക്കിട്ടും. മേന്മ ആർക്കാണ്? സ്വലാത്തു ചൊല്ലുന്നവർക്കാണ്. ചൊല്ലപ്പെടുന്ന നബി തങ്ങളാരാണ്? നിങ്ങളുടെ ആരുടെയും സ്വലാത്തിന്റെ ആവശ്യമില്ലാത്ത നബിയാണ്.
കാരണമെന്തേ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹു തന്നെ സ്വലാത്ത് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ആരുടെയും സ്വലാത്തിന്റെ ആവശ്യമില്ല. പോരാത്തതിന് മലക്കുകളും സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. നിങ്ങൾ മനുഷ്യന്മാര് വിചാരിക്കണ്ട ഞങ്ങളുടെ സ്വലാത്ത് കൊണ്ട് മുത്തുനബി തങ്ങൾ രക്ഷപ്പെട്ടോട്ടെ എന്ന്. തങ്ങൾക്ക് നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് തങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, തങ്ങൾക്കുള്ള ഗിഫ്റ്റാണ്. ഒരു പൊതിച്ചോറ് കയ്യിലുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ പട്ടിണി കിടക്കുന്ന ആൾക്ക് കൊടുത്തു, അത് ആവശ്യത്തിനു നൽകലാണ്. വാപ്പ മകന് കൊടുത്തു, മകൻ വാപ്പക്ക് കൊടുത്തു, അത് ആവശ്യങ്ങൾക്കുള്ള സഹായമാണ്. എന്നാൽ മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ ഒരു നല്ല പേന വാങ്ങിക്കൊണ്ടുപോയി. ആ പേനയിലേക്ക് മുഖ്യമന്ത്രിക്ക് യാതൊരു ആവശ്യവും ഇല്ല. അതിനേക്കാൾ നല്ല പേന വാങ്ങാൻ അയാൾക്ക് വകുപ്പുണ്ട്. രാജാവിനെ കാണാൻ പോയപ്പോൾ നല്ല ഒരു ഫ്ലവർ കൊണ്ടുപോയി. ആ ഫ്ലവർ അയാൾക്കൊരാവശ്യവും ഇല്ല. പിന്നെ എന്താണ്? ആദരിച്ചുകൊണ്ട് നൽകുന്ന ഒരു ഉപഹാരമാണ്. ഇതുപോലെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മുത്തുനബി തങ്ങളെ ആദരിച്ചുകൊണ്ട് നൽകുന്ന ഉപഹാരമാണ്, അല്ലാതെ തങ്ങൾക്ക് ആവശ്യത്തിനു നൽകുന്ന സഹായമല്ല. ആദരിച്ചുകൊണ്ട് നൽകുന്ന ഉപഹാരമാണ്. أما الصلاة على النبي فسيرة مرضية تمحى بها الآثام. നമുക്ക് പാപം പൊറുക്കാൻ, നമുക്ക് ദോഷം പൊറുക്കാൻ, നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ്. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വരാമോ? ഒരു 10 തഹ്ലീൽ ചൊല്ലാമല്ലോ, ഒരൽപ്പം സ്വലാത്തു ചൊല്ലാമല്ലോ. മഹാനരായ ഉസ്താദ് അവർക്ക് ഒരാനന്ദത്തിന് വേണ്ടി അവിടുത്തെ സന്നിധാനത്തിലേക്ക് ഒരൽപ്പം ഹദിയകൾ നൽകി. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ദുആ ചെയ്യാം. റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ശകലങ്ങൾ പറഞ്ഞ വേദിയായതുകൊണ്ട് ദുആക്കൊരു ഇജാബത്ത് പ്രതീക്ഷിക്കാനുള്ള വലിയ ആഗ്രഹമുണ്ട്. അല്ലാഹ് വെള്ളിയാഴ്ച രാവാണ്. മദീനത്തെ കവാടങ്ങൾ ആദരണീയമായി തുറക്കപ്പെടുന്ന രാവാണ്. അതേ ഓഫറുകളുടെ രാത്രിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനം അതാ മലർക്ക് തുറന്നു കിടക്കുന്നു. മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി ഫഅറുദ്ദു അലൈഹി സലാം. സലാം മടക്കുന്ന രാത്രിയാണ്, നേരിട്ടു കേൾക്കുന്ന രാത്രിയാണ്. ഓ മുഅ്മിനീങ്ങളെ, നല്ല ഈമാനോടെ ജീവിക്കണം. ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യണം. അൽ ഈമാനു യസീദു വയൻഖുസു ബിഖദരി അമലിഹി. അതേ കണ്ടില്ലേ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും, തെറ്റുകൾ ചെയ്യുമ്പോൾ ഈമാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അയിമ്മത്തതാ വലിയ ചർച്ച നടത്തിയിട്ടില്ലേ? ഇമാം ബുഖാരി തങ്ങൾ അതിന്റെ മനോഹരമായ ആഖ്യാനം നടത്തിയില്ലേ? ഇമാം നവവി തങ്ങൾ അവിടുത്തെ ശറഹ് മുസ്ലിമിൽ എഴുതിയില്ലേ? അൽ ഈമാനു യസീദു വയൻഖുസു ബിഖദരി അമലിഹി. കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഈമാൻ അത് വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും. ഇബ്രാഹിമുൽ ലഖാനി തങ്ങൾ ജൗഹറത്തു തൗഹീദിന്റെ ആമുഖത്തിൽ അതേ ഈമാൻ വർദ്ധിക്കുമെന്നാണ് പ്രബല അഭിപ്രായമെന്നും തെറ്റുകൾ കൊണ്ട് കുറയുമെന്നതാണ് പ്രബല അഭിപ്രായമെന്നും എഴുതി വച്ചില്ലേ? അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഇൽമ വർദ്ധിക്കുമ്പോൾ, ഇൽമ കൊണ്ട് ജോലിയാകുമ്പോൾ നമ്മുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ആ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു വളർന്നു വരാൻ നല്ല കാര്യങ്ങൾ ചെയ്യണം.
തെറ്റു ചെയ്യുമ്പോൾ ഈമാൻ ഇങ്ങനെ ദുർബലപ്പെട്ടു പോകും. അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. കൽബിങ്ങനെ കടുത്തുകൊണ്ടിരിക്കും. കൽബിങ്ങനെ കറുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു തെറ്റു ചെയ്യുമ്പോൾ എൻ്റെ ഈമാൻ ലഈഫായി പോകും എന്ന് പേടിക്കണം. മദ്യപിക്കുന്ന സമയത്ത് അവൻ ഈമാനോടെയല്ല മദ്യപിക്കുന്നത്, അഥവാ ഈമാൻ അവനെ വിട്ടു നിൽക്കുന്നതാണ്. വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന നേരത്ത് ഈമാൻ അവന്റെ കൂടെയില്ല, അഥവാ അവന്റെ ആ നിമിഷം ഈമാനില്ലാത്ത നിമിഷമാണ്. അത് നിനക്കൊരു കുറവാണ്. അങ്ങനെ തെറ്റുകൾ ചെയ്യുമ്പോൾ ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും, നല്ലത് ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും. അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് പരമാവധി സ്വലാത്ത് ചൊല്ലണേ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കണേ. ഓ ചെറുപ്പക്കാരെ, ഇന്നെല്ലാവരുടെയും കയ്യിൽ മൊബൈലാണല്ലോ. ജനിച്ചു വീഴുന്നത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് തന്നെ മൊബൈലും കൊണ്ട് ഇറങ്ങി വരുന്ന കാലമാണല്ലോ. അങ്ങനെ മൊബൈലുകൾ, ഡിജിറ്റൽ ഡിവൈസുകൾ നമ്മുടെ കൈവെള്ളയിലുണ്ട്. അരുതാത്തത് കണ്ട് കണ്ണ് കേടുവരുത്തരുത്, അനാവശ്യം കണ്ട് രാവ് നഷ്ടപ്പെടുത്തരുത്, തോന്നിവാസങ്ങൾക്ക് ടച്ച് ചെയ്ത് കൈ കേടുവരുത്തരുത്, ആവശ്യമില്ലാത്തത് കേട്ട് കാതു കേടുവരുത്തരുത്. അതേ സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് നിന്റെ കാതിങ്ങനെ നിറയുകയാണ്, കൽബതിൽ ആടുകയാണ്. പൊടുന്നനെ ഒന്ന് മരിച്ചുപോയാൽ നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഹറാമുകളിൽ ഇടപെടുന്ന സമയത്തെങ്ങാനും ഖാബിദുൽ അർവാഹ് വന്നുപോയാൽ അതുപോലെ നഷ്ടം വേറെ വരാനുണ്ടോ? തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാഹ്. അതുകൊണ്ടോ ചെറുപ്പക്കാരെ, നിസ്കാരം ഖളാ ആവരുത്, ഹറാമായ കാര്യങ്ങളിൽ ഇടപെടരുത്. സ്ത്രീ പുരുഷ സങ്കലനങ്ങൾ വളരെ വ്യാപകമായ കാലമാണ്. ഇന്ന് ആളുകളൊന്നും അതൊരു ഗൗരവത്തിൽ കാണുന്നില്ല. അന്യ സ്ത്രീ പുരുഷന്മാര് ഇടകലരുന്നത് ഹറാമ് തന്നെ, അത് നിസ്സാരമായി കാണരുത്. തഖ്വയോടെ ജീവിക്കണം. നമുക്ക് അർഹതപ്പെടാത്ത ഒരു സംഖ്യയും നമുക്ക് വേണ്ട. ഓൺലൈൻ രംഗത്ത് പല ബിസിനസ്സുകളും വരും. നിനക്ക് ഹറാമാണോ ഹലാലാണോ എന്ന് വ്യക്തതയില്ലാത്തതിൽ നീ പെടാൻ പാടില്ല. ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ഹലാൽ ഇവിടെ വ്യക്തമാണ്, ഹറാമും ഇവിടെ വ്യക്തമാണ്. വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ, അതിന്റെ ഇടയിൽ അവ്യക്തമായ കാര്യങ്ങളുണ്ട്. ഓൺലൈൻ ചെയിൻ ബിസിനസ്സുകളുണ്ട്. ഹലാലാണോ ഹറാമാണോ എന്നറിയില്ല. നിനക്ക് ഈമാനും തഖ്വയും ആഗ്രഹമുണ്ടെങ്കിൽ അവ്യക്തമായ അത്തരം ഇടപാടിൽ നിന്ന് മാറി നിൽക്കണം. ചിലപ്പോൾ ലാഭം കിട്ടുമെന്ന് കരുതി ആഴ്ചയിൽ 20 കിട്ടും, ദിവസം 200 കിട്ടും, അങ്ങനെ പലതും കേട്ട് ചിലപ്പോൾ മുസ്ലിയാമാര് പോലും അത്തരം ബിസിനസ്സുകളിൽ വീണു പോകുന്നുണ്ട്. വേണ്ട വേണ്ട, ഹലാലായത് മാത്രം മതി കേട്ടോ. ഹലാല് കൊണ്ട് തൃപ്തിപ്പെടാൻ നീ ആഗ്രഹിച്ചാൽ അല്ലാഹു ഹലാല് കൊണ്ട് ഐശ്വര്യം തരും. അല്ല പോരാ, ഹറാമും കൂടെ കിട്ടിയാലേ മതിയാകൂന്ന് വിചാരിച്ചാൽ നിനക്ക് മരണം വരെ മതിയാവൂല. അതുകൊണ്ടുള്ള ഹലാല് കൊണ്ട് തൃപ്തിപ്പെട്ട് അനുവദിച്ചതു അനുസരിച്ച് ജീവിച്ചോ, ഐശ്വര്യമുണ്ട് കേട്ടോ. ഇൻ തതുലുബ് ഗിനൻ ഫൽ ഖനാഅതു യക്ഫി. നിനക്ക് ഐശ്വര്യമാണ് വേണ്ടതെങ്കിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചു കൊള്ളണം. എന്നാൽ റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടാനാകും. അവ്യക്തമായ ഒരിടപാടിലും വേണ്ട, കൊള്ളലാഭം കിട്ടുന്നൊരിടപാടിലും വേണ്ട, അധ്വാനിക്കാതെ ക്യാഷ് കിട്ടുന്നൊരു സാമ്പത്തിക ഇടപാടിലും പോകണ്ട. നീ പരിശ്രമിച്ചു ജീവിച്ചോ, ഹലാല് കൊണ്ട് തൃപ്തിപ്പെട്ടോ. അമാനത്തുകൾ നിങ്ങൾ കളയാൻ പാടില്ല. കടം വാങ്ങിയവന് കൃത്യസമയത്ത് തന്നെ കൊടുക്കണം. അതേ സമയത്ത് കൊടുക്കാനായില്ലെങ്കിൽ അവനെ ബോധ്യപ്പെടുത്തി അവധി വാങ്ങണം. ഇന്ന് കടം വാങ്ങിയിട്ട് മുങ്ങുന്നതൊരു വല്ലാത്ത വ്യാപകമായ കഥയായി പോയി. ഒരു പേടിയും മനുഷ്യന്മാർക്കില്ല. വഞ്ചന ഇന്ന് വല്ലാത്ത